അപ്പോൾ അടിച്ചങ്ങ് കിളി പോയി. ഒരു ഒറ്റ ഗ്ലാസ് കഴിച്ചോളൂ. നമുക്ക് അതിനെ പറ്റി കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നല്ലോ. സെബി സ്ട്രോങ് തന്നെ കഴിച്ചു, ഞാൻ മീഡിയം വായിച്ച്. അതുകൊണ്ട് എനിക്ക് സെബിയുടെ കിളി പോയി കഴിഞ്ഞ് ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞ് എന്റെ കിളിയെല്ലാം പോയത്. 15 ദിവസത്തിനൊക്കെ ആളുകൾ മരിക്കാൻ വേണ്ടിട്ട് വന്ന് താമസിക്കും. അതെ അതെ, അവര് മരിച്ചില്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ അടുത്ത ആളുകൾക്ക് വേണ്ടി മാറിക്കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒത്തിരി മന്ത്രികൾ ഇവിടെ ഇപ്പോൾ ഒരുപാടുണ്ട്. 9ാമത്തെ സ്റ്റേറ്റായ നമ്മുടെ കേരള സിക്കിം യാത്രയിൽ 9ാമത്തെ സ്റ്റേറ്റായ ബീഹാറിലാണ് എത്തിയിരിക്കുന്നത്. ബീഹാറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഖൈമൂർ എന്ന് പറഞ്ഞ ജില്ലയാണ്. ഖൈമൂർ ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് യു പിയിലല്ലേ? അതെ, വാരണാസിന്ന് വിടാൻ പോകുന്നു. അതെ, യു പി വാരണാസിയിലുള്ളേ. ഇന്ന് ദിവസം ഡേ 9. 9ാമത്തെ ദിവസമാണ് ഞങ്ങൾ എന്താ സിക്കിം. 10ാം ദിവസം, ബുധനാഴ്ച അല്ലേ? യെസ്, 10 ദിവസം. അതെ, 10ാം ദിവസമാണ്. ഇവിടെ ഞങ്ങള് ബാങ്ക് കുടിച്ചായിരുന്നു. ബാങ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പാടില്ല, കഞ്ചാവും ബദാം മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. അപ്പോ അടിച്ചങ്ങ് കിളി പോയി. ഒരു ഒറ്റ ഗ്ലാസ് കഴിച്ചോളൂ. നമുക്ക് അതിനെ പറ്റി കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നല്ലോ. റൂമി വരെ എത്താൻ വരെ പെട്ടുപോയി. ഇല്ല, ഞാൻ പറഞ്ഞതായിരുന്നു. ഞാൻ ഇൻസ്റ്റയില് റീൽസ് ഒക്കെ കണ്ട് ഞാൻ എല്ലാം പറഞ്ഞായിരുന്നു. സെബി സ്ട്രോങ് തന്നെ കഴിച്ചു, ഞാൻ മീഡിയം വായിച്ച്. അതുകൊണ്ട് എനിക്ക് സെബിയുടെ കിളി പോയി കഴിഞ്ഞ് ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞ് എന്റെ കിളിയെല്ലാം പോയത്. കേസ്, അപ്പൊ ഇന്ന് ഞങ്ങള് ബീഹാറിലെ പാട്നയിലേക്കാണ് ഇന്നത്തെ യാത്ര. സോ വാരണാസി ടു പാട്ന. അപ്പൊ ഇന്ന് ഞങ്ങൾ അവിടെയാണ് സ്റ്റേ. 250 കിലോമീറ്റേഴ്സ് ആണ് എന്നുള്ളത്. നമുക്ക് കണ്ടിന്യൂസ് റൈഡ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 400-500 കിലോമീറ്റർ ഒക്കെ ഓടാം. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് അല്ലല്ലോ, അതുകൊണ്ട് നേരെ പകുതിയൊക്കെ നമ്മൾ റീച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്ന് പാട്നയിലേക്കുള്ള യാത്രാവിശേഷങ്ങളായിട്ട് വരാം. കാര്യങ്ങളും മീറ്റിങ്ങും അങ്ങനെ എല്ലാം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇറങ്ങി ഷൂട്ട് ചെയ്യണം. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 250-300 മാക്സിമം, അതിന്റെ മേളിൽ ഓടാൻ പറ്റുന്നില്ല. അല്ലാത്തത് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുമായിരുന്നേ, നമ്മുടെ വർക്ക് അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഡ്രൈവ് ചെയ്ത് എത്ര വേണേലും പോകായിരുന്നു. പക്ഷെ ഇതിപ്പോ മാക്സിമം ഒരു 250-300 നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉടുപ്പി സാഗർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു. അവിടെ നമ്മൾ ഇഡലിയൊക്കെ കിട്ടി. പിന്നെ നമ്മള് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിച്ചു. ഒരു ഇഡലിയും ഒരു ടൊമാറ്റോ റൈസും അങ്ങ് കഴിച്ച് ഇന്നത്തെ ക്ലോസ് ചെയ്തു. ഇതാണ് ഉടുപ്പി സാഗർ. ഇപ്പൊ നമ്മൾ ഗംഗാ നദിയുടെ കുറുകെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇതാണ് ഗംഗയാണ്. നമ്മൾ ഇന്നലെ കണ്ട ബ്രിഡ്ജ്. ആ സൈഡല്ലേ കാശി എവിടെ വരുന്നത്? ആ സൈഡില അവിടെയാണ് കാശി വരുന്നത്. അങ്ങോട്ട് ദൂരോട്ട് കണ്ടോ? കാണിച്ചേ അവിടുന്ന്. ആ ബീച്ച് പോലെ കിടക്കുന്ന ഏരിയയൊക്കെ നിങ്ങക്ക് കാണാവോ? ആണ് കാശി. ഇത് മാൽവിയ ബ്രിഡ്ജ്. മാൽവിയ ബ്രിഡ്ജ്. ഓക്കെ. അതിന്റെ സൈഡിലൊക്കെ കാണുന്നതും ഈ കാശിലൊക്കെ കാണുന്ന പോലെ പഴയ രാജഭരണ കാലത്തെ ചില നിർമ്മിതികളൊക്കെയാണ് ആ സൈഡിൽ കാണുന്നത്. ഓക്കെ, മറ്റേ റെയിൽവേ
ഇതും കൂടെ ഉള്ളതിന്റെ ആ പാലത്തിന്റെ പേരാണ് മാൽവിയ ബ്രിഡ്ജ്. മാൽവിയ ബ്രിഡ്ജ്. അനദർ ബ്രിഡ്ജ് ഉണ്ട് അത് രാംനഗർ എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് രാംനഗർ ബ്രിഡ്ജ്. ഇത് രാംനഗർ ബ്രിഡ്ജ്. രാംനഗർ വഴി നമ്മൾ പോകുന്നത്. രാംനഗർ ബ്രിഡ്ജ് ആണ്. മറ്റേ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജും അതിന്റെ കൂടെ തന്നെ റെയിൽവേ ട്രാക്കും കൂടെ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് മാൽവിയ ബ്രിഡ്ജ്. മാൽവിയ ബ്രിഡ്ജ് അത് തൊട്ടപ്പുറത്ത് കാണുന്നതാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ. അത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജാ മറ്റേത്, റോഡ് ആൻഡ് റെയിൽവേ. ഇതല്ല. അങ്ങനെ ഞങ്ങള് UP വാരണാസിന്ന് യാത്ര തിരിച്ചു ബീഹാറിലേക്കുള്ള യാത്രയിലാണ്. ഇതുവരെ ഞങ്ങൾ ടൗൺ ക്രോസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ വാരണാസി കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെ നമ്മള് വാരണാസിയില് പല വളരെ അധികം കൾച്ചർ ഉള്ള ആൾക്കാരല്ലേ. ഇപ്പൊ രാജസ്ഥാൻ, ഇപ്പൊ നമ്മളിപ്പോ കേരള, തമിഴ്നാട്, കർണാടക എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഡിഫറെന്റ് കൾച്ചറിലുള്ള ആൾക്കാരായിരുന്നു അവിടെ നിറച്ചു. ഇവിടെ ബനാറസി സാരികള് മറ്റൊരു ഒരു ഇതാ ഹൈലൈറ്റ് ഇവിടുത്തെ. നമ്മളിവിടെ കയറി നോക്കിയായിരുന്നു. നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ്. ചെറിയ ഗ്ലോസി ആയിട്ട് ചെറിയ തിളക്കമൊക്കെ ഉള്ള ടൈപ്പ് സാരികളാണ് കൂടുതലും. സാരിയും ഈ കാശി വിശ്വനാഥ് ടെമ്പിളും ഈ സാരിയുടെ മാനുഫാക്ചറിംഗും ആണ് മെയിൻ ആയിട്ട് UPയിലെ. ചിലപ്പോ നമുക്ക് അത്ര ഡീപ്പായിട്ട് ഇവിടുത്തെ ഷോപ്പിംഗ് ഇത് അറിയില്ല. നമ്മുടെ ആ ഓട്ടോ റിക്ഷ ചേട്ടൻ കൊണ്ട് വിട്ട ഒരു സ്ഥലത്ത് നമ്മൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ ഡ്രസ് ഓപ്ഷൻസിനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മള് വാരണാസി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു മിനിമം 3 days എങ്കിലും, ഏറ്റവും കുറഞ്ഞ 3 ദിവസം നിന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമാണ് വാരണാസി. നമ്മള് ഇത്തിഹ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓണേഴ്സിനെ നമ്മൾ ഒരു ഡ്രസ് പർച്ചേസ് ഒക്കെ ആയിട്ട് വന്നത്. അവർക്ക് ഇവിടെ വ്യൂവേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പം അവര് മന്ത്ലി ട്വൈസ് ഇവിടെ വരും. ഇത് വാരണാസിന്ന് നമ്മള് രാംനഗറിലെത്തി. ഇപ്പം അതായത് രാംനഗർ ബ്രിഡ്ജ് എന്നാ വാരണാസി രാംനഗറോടെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്, യമുനയുടെ കുറുകെയുള്ള ബ്രിഡ്ജിനെ രാംനഗർ ബ്രിഡ്ജ് എന്നാ പറയുക. ഇപ്പം നമ്മൾ രാംനഗർ എന്ന് പറയുന്ന ടൗണിലാണ്. വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. ബിൽഡിങ്ങുകളൊക്കെ എല്ലാം വെറുതെ കട്ട കെട്ടി നിർത്തിയേക്കുന്നു, പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യാതെ. പക്ഷെ അടുത്തടുത്തടുത്ത് കെട്ടിടങ്ങളും എല്ലാമാണ്. എല്ലാം ഒരു 3 നില വരെയൊക്കെ പോകുന്ന ബിൽഡിങ്ങുകൾ. ഇപ്പം നമ്മൾ NH-19 കണക്ട് ചെയ്യുവാണ്. ഇപ്പൊ നമ്മള് വാരണാസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാംനഗർ വഴി നമ്മൾ NH-19 കയറിയിരിക്കുകയാണ്. നമ്മുടെ ഗംഗാനദി ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ 5 സ്റ്റേറ്റ്. നമ്മളപ്പം ഓൾമോസ്റ്റ് ഒരു ഗംഗയുടെ തീരത്തൂടെ തന്നെയാണ് ശരിക്കും ഈ യാത്ര. ഇന്ന് നമ്മൾ പോയി പാട്ന സ്റ്റേ ചെയ്യുന്നത്. പാട്നയിൽ നമ്മൾ ഗംഗയുടെ തീരത്തായിട്ടാണ്, ബീഹാറിൽ. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേർണി നമ്മൾ ഗംഗയുടെ ഒരു ബാങ്കിങ് റോഡ് വഴിയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്ന്. പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ഗംഗാനദി കാണും. വെസ്റ്റ് ബംഗാൾ വരെയും ഗംഗയുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ NH-19 ഹൈവേയിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഫ്രം വാരണാസി. യു ആർ ലിവിങ് വാരണാസി. അതെ അതെ. ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഗംഗാനദി ബേ ഓഫ് ബംഗാളിലോട്ട് ഇല്ലെന്നത് ബംഗ്ലാദേശ് വഴിയാണ്.
നമ്മള് വാരണാസിയിൽ കണ്ട കാഴ്ചകളല്ലേ, അതെ അതെ. അത്ഭുതകരമായ ഒരു, അതിനെപ്പറ്റി സെപ്പറേറ്റ് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടോ? എല്ലാരും മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ്. നമ്മൾ ഈ റീൽസിൽ കാണുന്ന ഒന്നും അല്ല ശരിക്കുള്ള വാരണാസി. വളരെ എന്താ പറയണ്ടത്, നമ്മളെല്ലാരും അല്ലെ ചൂടെടുത്ത് ശരിക്കും പറഞ്ഞാൽ ആ ബാങ്ക് കുടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മള് വേർത്ത് വിളിച്ചു. ഇതങ്ങോട്ട് കുടിക്കുമ്പോഴത്തേക്ക് എന്താണ് സുഖം അല്ലേ. അതെ 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 അതെ. നല്ല ചൂടായിരുന്നു, പക്ഷെ ചൂടെല്ലാം നമ്മൾ കവർപ്പ് ചെയ്ത് കുറച്ച് നമ്മളതുമായിട്ട് യൂസ്ഡ് ആവും, ആ ചൂടൊക്കെ ആയിട്ട്. ഇവൻ ആ ബോട്ടിന്റെ മേളിലൊക്കെ കയറിയിരിക്കുമ്പോൾ വെയിലൊക്കെ കൊണ്ട് ആൾക്കാർ ഇരിക്കുന്നു. നമ്മൾ പുറത്തു നോക്കുമ്പോൾ വിചാരിക്കും വലിയ പാടാ, പക്ഷെ കയറി നമ്മൾ ഇതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ പാർട്ടായിട്ട് അങ്ങ് പോകും. അതുപോലെ ശരിക്കും ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു ഇടനാഴി എന്നാണ് ഗംഗ, ഈ പ്രത്യേകിച്ച് കാശിയെ പറയുന്നത്. കാരണം മരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് മരിക്കുക എന്ന് പറയുന്നതാണ് പലരെ സംബന്ധിച്ചും അത് വലിയൊരു പുണ്യമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ഭവനങ്ങൾ, വീടുകൾ ഇപ്പോൾ ഉണ്ട്. അതായത് 15 ദിവസത്തിനൊക്കെ ആളുകൾ മരിക്കാൻ വേണ്ടിട്ട് വന്ന് താമസിക്കും. മരിച്ചില്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ അടുത്ത ആളുകൾക്ക് വേണ്ടി മാറിക്കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒത്തിരി മന്ത്രികൾ ഇവിടെ ഇപ്പോൾ ഒരുപാടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും ജീവിതത്തിലെ എല്ലാ കെട്ടുപാടുകളും ഒക്കെ അഴിച്ചു വെച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് ഇവിടെ വന്ന് നല്ല മരണത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന ആളുകൾ. അതൊക്കെ വാരണാസിയിലെ ഒരു, അപ്പൊ പല ഘാട്ടുകളിലും, അതായത് ഗംഗയുടെ തീരത്തോട്ട് ഇറങ്ങി വരുന്ന നടകളുണ്ടല്ലോ, അത് പല ഘാട്ടുകളോടും കൂടി പല കെട്ടിടങ്ങളോടും കൂടിയുള്ള ഒരു ഗംഗയെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ വലിയ കെട്ടിടങ്ങളാണ്. നമ്മളവിടെ ഹോട്ടൽസ് വരെ കണ്ടു. അതെ, ഗസ്റ്റ് ഹൗസ്, ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഘാട്ടുകളെല്ലാം ഈ പറയുന്ന ഓരോ പഴയ കാലത്തെ രാജാക്കന്മാരുടെ കാലത്ത് ഭാര്യമാരുടെ ഓർമ്മയ്ക്കും അതുപോലെ മക്കളുടെ ഓർമ്മയ്ക്കും ഒക്കെ ആയിട്ടും ഓരോ കഥയുണ്ട്. ഇപ്പൊ സതി നിർത്തലാക്കിയ സംഭവമാണല്ലോ. ഇപ്പൊ സതി ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒരു ഘാട്ട് അവിടെ പണിയുകയും, റാണിയാണ്, പേര് മറന്നുപോയി, അവിടെ വന്ന് പണിയും. അങ്ങനെ വിധവകളായിട്ടുള്ള അവിടെ വന്ന് താമസിക്കുക, തീയിൽ ചാടി മരിക്കുന്നതിന് പകരം അവിടെ വന്ന് താമസിക്കുക. അവർക്ക് ഫ്രീ സ്റ്റേയും ഫുഡും എല്ലാം അവസാനം വരെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഘാട്ടുണ്ട് അവിടെ. ഈ നമ്മള് ആ ബോട്ടില് യാത്ര ചെയ്തപ്പോഴത്തേക്ക് അതിലൊരു പുള്ളി നമുക്ക് ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. പിന്നെ നമ്മള് ചിലപ്പോ ഗൂഗിളിൽ നോക്കി അടിച്ചാൽ കിട്ടുമല്ല. പിന്നെ ഈ പറയുന്ന പോലെ 24 hours മൃതദേഹങ്ങൾ അവിടെ ഇങ്ങനെ കത്തി എരിഞ്ഞോണ്ടിരിക്കുക. അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ 2 എണ്ണം നമ്മളെ പാസ് ചെയ്ത് പോയി. മൃതശരീരങ്ങള് നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകൊണ്ടിരിക്കും. അവിടെ ചെല്ലുക. ഒരു ദിവസം 2000 വരെ ഡെഡ് ബോഡികൾ ഇവിടെ കത്തിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അല്ല, മിനിമം പറഞ്ഞ 2000. നീന കുറെ നേരമായിട്ട് നൈട്രജൻ കിട്ടുന്നില്ലല്ലോ. അതെ, ഇപ്പൊ എന്തുമേണ് പെട്രോൾ പമ്പ് അടുത്തുണ്ടായിരുന്നു. 1, 2, 3, 4, 5 പെട്രോൾ പമ്പുകൾ ഒരുപാട് അടുത്തടുത്തുണ്ട്. പക്ഷെ നൈട്രജൻ എവിടെയുമേ ഇല്ല. നമുക്ക് എയർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈട്രജൻ എവിടെയെങ്കിലും കണ്ടാൽ അടിച്ച് പൊക്കോണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരേ ലൈനിൽ തന്നെ 3ാമത്തെ 4ാമത്തെ പമ്പിലാണ് കയറുന്നത്. പക്ഷെ ഇവിടെ എല്ലാം സാധാ എയറാണ് വരുന്നത്. അപ്പം നൈട്രജൻ തപ്പിയുള്ള മൂവ്മെന്റിലാണ് ഇപ്പം. ധാബകള്, പെട്രോൾ പമ്പുകൾ, ഇവിടെ എല്ലാം എയറിന്റെ പരിപാടിയും കംപ്രസറും പമ്പും എല്ലാം ഉണ്ട്. പക്ഷെ നൈട്രജൻ എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ട് എവിടുന്നേലും നൈട്രജൻ അടിക്കേണ്ടത് ആയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് നൈട്രജൻ അടിച്ചോണം. പിന്നെ ഒരു ദിവസം, എല്ലാ ദിവസവും തന്നെ ഡീസൽ അടിക്കാൻ കയറുന്ന സമയത്ത് എയർ ചെക്ക് ചെയ്ത് വിടുവാണേലേ TPMS ഉണ്ട്. എന്നാലും ഒത്തിരി താന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ടയർ പ്രഷർ കുറഞ്ഞായിട്ട് കാണിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഇതേപോലെ നൈട്രജൻ ഒന്നും കിട്ടാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും തപ്പി നടക്കേണ്ട വരും. ഇവിടെ എയറാ. അതുകൊണ്ടോ എഴുതിയൊക്കെ നല്ല എയറാണ്. ഡീസൽ അടിക്കണം, പക്ഷെ എയർ ഉള്ളിടത്ത് ഒരുമിച്ച് അടിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ തപ്പലിലാണ്. അപ്പൊ ഇത് നമ്മൾ ഇതേപോലെ മെയിൻ ഹൈവേന്ന് ഇതേപോലെ സർവീസ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പെട്രോൾ പമ്പുകൾ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ആ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ അടുത്തൊരു ലോങ് സ്ട്രെച്ച്
കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അടുത്ത പമ്പ് കിട്ടുന്നത്. ഞങ്ങൾ ഈ എക്സിറ്റ് എടുത്ത് ഹൈവേയിലോട്ട് കയറും. NH19 വാരണാസി ടു പാട്ന. നമ്മുടെ സർവീസ് സെന്ററുകളിലെല്ലാം ഉണ്ടോ? എയർ ഉണ്ടോ? ഉണ്ടോ നൈട്രോജൻ നോക്കാം. അങ്ങനെ കയറി അടിക്കാൻ ആവശ്യം വൈകിയല്ല. സോ നമ്മളുടെ യാത്ര തുടർന്നു. ഫ്യൂര് എയർ അടിക്കണം അല്ലേ. പാട്നയിലേക്കുള്ള യാത്രയിലാണ്. പാട്ന, ബീഹാർ പാട്ന, UP നിന്ന് 250 കിലോമീറ്റർ. വൈകുന്നേരം ഒരു 6 മണി 6:30 റീച്ചിങ് ടൈം കാണിക്കുന്നത്. നമ്മള് ഡ്രോണൊക്കെ ഇറക്കണമെങ്കിൽ ടൈം എടുക്കും. അതെ അതെ. ഒത്തിരി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അതെ അതെ അതെ. ഹൈവേകൾ ഇങ്ങനെ ഡെവലപ്പ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഒരു ഇത് കാണിക്കുന്നുണ്ട്. അവിടെയും എയർ ആയിരിക്കും അല്ലേ. അത്ര യൂട്ടേൺ എടുത്ത് കറങ്ങി വരേണ്ടതൊക്കെ അല്ലേ. എത്ര കിലോമീറ്റർ ഓടിയാലും അതിനുവേണ്ടി തന്നെ യൂട്ടേൺ എടുക്കാനും തിരിച്ചു വരാനും വേണ്ടി ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ ഒരു HP പമ്പ് ഉണ്ടായിരുന്നു. അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കുവൈറ്റിലായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്ക് ഒരു റൗണ്ട് അബൌട്ട് വല്ലതും പോയി കഴിഞ്ഞ് പിന്നെ പോണെങ്കിൽ തിരിച്ച് എത്ര കിലോമീറ്റർ സ്ഥലത്ത്. ഏകദേശം അതുപോലെ തന്നെയാ കിലോമീറ്റേഴ്സ്. നമ്മള് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോന്ന് ഒരു സംശയമുണ്ട്. ഇല്ലല്ലേ, ഒരു വണ്ടി കിടക്കുന്നില്ലേ. അവിടെ എയർ ആയിരിക്കും സൈഡില്. നോക്കട്ടെ. കണ്ണില്ല, പോയി കാണാൻ പറ്റില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ NH19 വഴി വാരണാസി എന്ന പാട്നയിലേക്ക് ഉള്ള യാത്രയിലാണ്. ഇതിന്റെ പാരലലി ആ വഴി റെയിൽവേ ട്രാക്ക് പോകുന്ന. ഇടമല്ലോ നമ്മള് ഒരു ഏകദേശം മധ്യപ്രദേശ് കാണാൻ തുടങ്ങുന്ന അതേ ഒരു നേച്ചർ കണ്ടീഷനാണ്. വളരെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന കാലാവസ്ഥ പോലെ. ബീഹാറിലോട്ട് വന്നപ്പോൾ നല്ല ചൂട് കിട്ടും. ഇപ്പം ഞങ്ങൾ എയർ അടിക്കാനായിട്ട്, ബീഹാറല്ല UP, UPയിലാണ്. എന്നാ വണ്ടിക്ക് ഡീസൽ അടിക്കാനും എയർ അടിക്കാനും ഒക്കെ ആയിട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ. ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. പിന്നെ എയർ അടിക്കുന്നവര് ഈ പറഞ്ഞ പോലെ നൈട്രജൻ ആണ് നോക്കുന്നെങ്കിൽ ജിയോ നോക്കിയാൽ മതി അല്ലേ. അതെ, നമ്മൾ ഇവിടെ ഈ സൈഡില് നോക്കി എത്രയാണ്, ഒരു 10 മിനിമം കയറി. അതിലെ ജിയോ എന്ന് പറയുന്ന ആ പമ്പ് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് നൈട്രജൻ. എല്ലായിടത്തും പെട്രോളിന് ഡീസലിന് റേറ്റ് ഒക്കെ ഒന്ന് തന്നെയാ അല്ലേ. 91.7 ആയിരുന്നു ഇന്ത്യൻ ഇവിടെ നമ്മൾ അടിച്ചെടുത്ത് BP-ല്. ബെഞ്ചാരി എന്ന് പറയുന്ന സ്ഥലമാണ്. UP നിന്ന് വാരണാസി കഴിഞ്ഞ് പാട്ന ബീഹാറിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു സ്ഥലമാണ് ബെഞ്ചാരി. എല്ലാ കെട്ടിടങ്ങളും കണ്ടോ, 2-3 നില ഇങ്ങനെ ടവർ പോലെ. പക്ഷെ ഒന്നും പ്ലാസ്റ്റർ ചെയ്തില്ലേ, എല്ലാം തേക്കാതെ. മിക്കവാറും തന്നെ ബിൽഡിങ്ങുകൾ തേക്കാതെ നടക്കുന്നത്. ഇതൊക്കെ എല്ലാം പുതിയത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. പെട്ടെന്ന് കൺസ്ട്രക്ഷൻ എല്ലായിടത്തും ഒരേപോലെ കയറി നടക്കുന്ന വീടുകളാണ്. ചുടുകട്ടയാണ്. ഇവിടെ എന്തോ ആ ബ്രിഡ്ജിന്റെ വർക്കായിരുന്നു തോന്നുന്നു. അങ്ങോട്ട് ഏതോ ഒരു ബ്രിഡ്ജ് ഈ സെയിം പാറ്റേണിലാണ് ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞു പോയത്. 2ാമത്തെ ബ്രിഡ്ജ്. ഒരു പള്ളി കാണാണ്ടായിരുന്നാണ്. അപ്പുറത്തൊരു ഫാക്ടറിയാണ്, സിമെന്റ് ഫാക്ടറിയാണ്.
ഇവിടെ കൂടുതലും സിമെന്റ് ഫാക്ടറികൾ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. ഈ നോർത്തിലേക്ക് വരുമ്പോൾ ആ ബാരിക്കേഡിൽ നിന്ന് പൊക്കിയത്. അങ്ങനെ ഉത്തർപ്രദേശിന്റെ ഹൈവേകൾ വഴിയുള്ള യാത്രകളാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അവിടെ പാടത്ത് പോത്ത്, ഒരുപാട് പോത്തുണ്ടല്ലേ. പശു ഓരോ മരത്തിന്റെ കീഴിലും അതിനെ മേയ്ക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവും. ചില സ്ഥലത്ത് ലോറികൾ കൂട്ടിയിട്ടിരിക്കുന്നു. മാവ് ഇവിടെയും കണ്ടുവരുന്നുണ്ടല്ലേ, നല്ലപോലെ മാവ്. ഇഷ്ടം പോലെ മാവാ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കൃഷിയില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങൾ. ആ ടോൾ ഏതാ പേരെന്ന് ചോദിച്ച് പേരെഴുതിയിട്ടില്ലല്ലേ. മൊഹാനിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ടോള. ഡ്രൈവറെ ചേഞ്ച് ചെയ്തു. നീന ഓടിക്കുന്നത്. എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫ്രണ്ടിലൂടെ ഞാൻ ചേർന്നിരുന്ന ഓടിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് എന്റെ കാല് ഫ്രീ ആയിട്ട് ഇരുന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കണമെങ്കിൽ എനിക്ക് ഇത്രയും ഫ്രണ്ട് ഇരുന്നാലേ പറ്റുള്ളൂ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പുറകോട്ടിരുന്ന് ഓടിക്കാന്. ഇപ്പൊ നമ്മള് ബീഹാറിലെ മൊഹാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. 9ാമത്തെ സ്റ്റേറ്റ് ആയ നമ്മുടെ കേരള സിക്കിം യാത്രയിൽ 9ാമത്തെ സ്റ്റേറ്റ് ആയ ബീഹാറിലാണ് എത്തിയിരിക്കുന്നത്. ബീഹാറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഖൈമൂർ എന്ന് പറയുന്ന ജില്ലയാണ്. ഖൈമൂർ. ഈ മൊഹാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് നാഷണൽ ഹൈവേകൾ വന്ന് ജോയിൻ ചെയ്യുന്നൊരു സ്ഥലമാണ്. NH-19, 219, അതുപോലെ NH-319, അതുപോലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഹൈവേസ് ഒക്കെ വരുന്ന ഒരു ജംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഖൈമൂർ ഡിസ്ട്രിക്റ്റിൽ ഇതിനെ ഗേറ്റ് വേ ഓഫ് ഖൈമൂർ എന്നും ഈ സ്ഥലത്തിന് പറയാറുണ്ട്. ആ സ്ഥലമൊക്കെ ഒന്ന് കാണാവേ. പറഞ്ഞ പോലെ തന്നെ നെല്ലും ഗോതമ്പുമാണ് മെയിനായിട്ടുള്ള കൃഷി. ഇപ്പം കൃഷിയൊന്നും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പരപരാന്ന് കിടക്കുക. സ്ക്വയർ കിലോമീറ്റർ കണക്കിന് ഏരിയകൾ ഇങ്ങനെ കിടക്കുകയാണ്. വീടുകളുടെ ഒക്കെ അടുത്തായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാരും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ഇതിനകത്താ. ആയതുകൊണ്ട് നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. പക്ഷെ വൈകുന്നേരങ്ങളിൽ അവിടെ നമ്മളാ അന്ന് കഞ്ഞി വെക്കാനായിട്ട് മിനിയാന്ന് ഇറങ്ങില്ലായിരുന്നു ഇവിടെ UP-ല് മിർസാപൂർ. അപ്പൊ അവര് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ കളിക്കാൻ പോകുന്നുണ്ട്. പകലൊന്നും നടക്കത്തില്ല കളി. ക്രിക്കറ്റ് കളിയാണ് മെയിൻ പരിപാടി ഇവിടെ. പിന്നെ ബസ്സിനുള്ള ട്രാൻസ്പോർട്ട് ഇവിടെ കുറവാ, വളരെ കുറവാ. ഓട്ടോയിലാ കൂടുതലും ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും തന്നെ ബൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓട്ടോ എന്ന് വെച്ചാൽ മറ്റേ ഇലക്ട്രിക് റിക്ഷയാണ്. 3.5-4 അടി, ഒരു 4 ഫീറ്റ് വീതിയേ കാണുള്ളൂ. രണ്ടുപേർക്ക് കഷ്ടിച്ചിരിക്കാം. ഫ്രണ്ടിലേക്കും ബൈക്കിലേക്കും ആകുമ്പോൾ 4 പേർക്ക് ഇരിക്കാം. ഈ പോന്നതാണ് സാധനം. എന്തുകൊണ്ട് ഇതിന്റെ സൈസ് കുറച്ചേക്കുന്നെന്ന് വെച്ചാൽ ഈ ട്രാഫിക്കിലൂടെ പോണെങ്കിൽ മറ്റേ സൈസ് ഉണ്ടെങ്കിൽ പാടാ. ഈ സൈസ് ആകുമ്പോ ഈസി ആയിട്ട് അവര് ഒച്ചെടുത്തോണ്ട് പോകും. ഇവിടെയുള്ള ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങള്, ഈ ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇടുക്കാ. 2 കെട്ടിടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ടണല് പോലാണ് കയറി പോകേണ്ടത്. അപ്പം അതിനിടയിൽ കൂടെ എല്ലാം ഈ വണ്ടികൾ പോകും. വീതി കുറഞ്ഞ് ഏത് വഴി കൂടെ കയറി പോകും. ഇതോ നമ്മൾ ഇന്നലെ വാരണാസിയിൽ ചെന്നപ്പോഴത്തേക്ക് മൊത്തം കുഞ്ഞു കുഞ്ഞു വഴികളാ. അതിലൂടെ ഒന്നെങ്കിൽ സൈക്കിൾ റിക്ഷ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഈ ചെറിയ റിക്ഷയാണ് പോകുന്നത്. വാരണാസി എന്ന് കഴിഞ്ഞാൽ കുറച്ച് പോർട്രേറ്റ് ഷോട്ട്സ് എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റയില് ചെയ്യുന്നുണ്ട്. അതിൽ വാരണാസി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എടുക്കണ്ട. കാരണം മൊത്തം 8 കാലി വല പോലെ ഇങ്ങനെ കിടക്കുവാണ്. കിലോമീറ്റർ കണക്കിന് ബിൽഡിംഗ് ടു ബിൽഡിങ് ഇടയക്കോടുള്ള ചെറിയ നടപ്പാത പോലുള്ള വീതിക്കുള്ള റോഡുകളാണ്. അത് തന്നെ കിലോമീറ്റർ കണക്കിന് കിടക്കുക. അത് ഒന്ന് അവസാനിക്കുന്നിടത്ത് മറ്റ് 3 ആരംഭിക്കുന്നു. അത് വേറൊരിടത്ത്, അത് 3 വഴിക്ക് പോയി തീരുന്നിടത്ത് വേറെ തുടങ്ങുന്നു. ഈ ബിൽഡിംഗ് ഇടയ്ക്കുള്ള എല്ലാ ഇടയിൽ കൂടെ നടന്നു പോകുന്നത് ആ വഴിക്കും ഉണ്ട്. 4 കൂടിയ ജംഗ്ഷന്, 3 കൂടിയ ജംഗ്ഷനൊക്കെ. നമുക്ക് ഒരിക്കലും നമ്മൾ എവിടെ നടക്കണേലും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വോക്ക് മോഡ് കൊടുത്ത് നമുക്ക് നടന്നു പോകാനേ
ഗൂഗിൾ മാപ്പിൽ നോക്കി നടന്നു പോകാനേ പറ്റുള്ളൂ. ഒരിടത്തും നമ്മള് ഇവിടെ വന്ന് വർഷങ്ങൾ വന്ന് നിന്നാൽ പോലും ഇതിനകത്ത് ആ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. VIPസിനൊക്കെ പ്രത്യേകത, അവരുടെ വണ്ടികളൊക്കെ മാത്രമേ ഉള്ളൂ ആ അമ്പലത്തിന്റെ അടുത്തോട്ട് വന്ന് ഞാൻ കണ്ടത്. കണ്ടില്ലായിരുന്നു, ഒരു VIP ആൾക്കാർ വന്ന് അവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു. അവർക്ക് സ്പെഷ്യൽ വേയും ആണ് അകത്തോട്ട് കയറാനും എല്ലാം.